ഇപ്പൊ സെൻജിങ് ആണ് അവളുടെ കൂട്ടുകാരെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞ ഇവൾക്ക് ഇപ്പൊ ജോലി ചെയ്യുന്ന കമ്പനിയിലും കുറച്ച് താല്പര്യം കുറഞ്ഞു എന്ന്. കാരണം ഇവളുടെ ജോലി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഐഡിയ കണ്ടെത്തി പരസ്യം ചെയ്യുന്ന, പക്ഷെ അതുപോലും ചെയ്യാൻ സമ്മതിക്കാതെ ഒരു സിറ്റുവേഷൻ ഈ കമ്പനിയിൽ വരുവാന്ന് പറഞ്ഞ് അതുകൊണ്ട് അവളുടെ താല്പര്യം കുറയാന്ന് പറയും. അപ്പോഴാണ് കൂട്ടുകാരിയും എന്നും പറഞ്ഞ് ആ കമ്പനി വിട്ടുകളഞ്ഞ് എവിടേക്ക് പോകാനെന്ന് പറഞ്ഞ് ഇവളൊരു വിഷമിച്ച് ചോദിക്കുമ്പോൾ സെൻജിങ് ആണ് അവളുടെ മുമ്പ് വർക്ക് ചെയ്ത ഒരു ലേഡി പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പറയും. അങ്ങനെ അതേപോലെ ഇവൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ കൂടെ പാർട്ട്ണറായിട്ട് പോകാന്ന് പറയുമ്പോൾ ഇത് കേട്ട് കൂട്ടുകാർ ഷോക്കായിട്ട് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നിന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ പറഞ്ഞ് ഇവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനേശ് വീട്ടിലേക്ക് വന്നിട്ട് ഇവളും ലീവനോട് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാൻ നോക്കുമ്പോൾ അവൻ പെട്ടെന്ന് വോയിസ് കോളാക്കി മാറ്റും. അങ്ങനെ അതുകൊണ്ട് അവൾ ചെറുതായിട്ട് അപ്സെറ്റായി ഇത് ഇവനെന്തോ പറ്റിയെന്ന് പറഞ്ഞ് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് പുറത്തേക്ക് വന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് അവൻ ലൈബ്രറിയിൽ നിന്ന് ഇപ്പം പുറത്തേക്ക് വന്നേവളെന്ന് അറിയും. അപ്പോഴാണ് അവളും യൂണിഫോം ഇവനെക്കാണ് ഹാൻഡ്സം ആണല്ലോ എന്ന് പറഞ്ഞ് ഈ ആഴ്ച വെക്കേഷൻ വരുമെന്ന് ചോദിക്കുമ്പോൾ അവന് പിന്നെ വരാതിരിക്കുമെന്ന് അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവനോട് ഇഷ്ടമുള്ള മറ്റേ ബെങ്കൊച്ച് അവിടേക്ക് വന്നിട്ട് ഫോണിലാരാ ഇവന്റെ കൂട്ടുകാരൻ ചെന്നാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അല്ല അവന്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ സെൻജിങ് പെട്ടെന്ന് കാണിച്ചിട്ട് അവൾ ഇവിടെ നിന്ന് ഫോൺ കട്ട് ചെയ്യും. ഇതേ സമയം മറ്റവളത് കേട്ടിട്ട് ഇനി ഇവന്റെ പുറകെ പോകുന്ന വേസ്റ്റാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിനേശം അവന് മെസ്സേജ് ഇട്ട് ഇവളെന്തിനാ കോള് കട്ട് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അവളാണ് ഇവൻ ഭയങ്കര ബിസി അല്ലേന്ന് പറഞ്ഞ് അവളുടെ കൂടെ സംസാരിക്കാൻ പറയും. അപ്പോഴാണ് അവനും ജസ്റ്റ് 30 സെക്കൻഡിൽ സംസാരിച്ച് കാണത്തില്ല, അതിനുമ്പേ ഫോൺ കട്ട് ചെയ്താന്ന് പറഞ്ഞ് ഒരു പക്ഷേ മറ്റുള്ളവർക്ക് അസൂയാണെന്ന് ചോദിക്കും. അപ്പോഴാണ് സെൻജിങ്ങും അവൾ എന്തിനാ അസൂയപ്പെടുന്നതെന്ന് പറഞ്ഞ് ഇവർ തമ്മി സാധാരണ വർത്തമാനല്ലേ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനും എങ്കിൽ പിന്നെ കുറച്ച് സമയം കൂടെ ആ പെങ്കൊച്ചിനോട് സംസാരിച്ചിട്ട് വരാന്ന് പറയും. അങ്ങനെ ഇവർ തമ്മി പരസ്പരം ഇങ്ങനെ കളിയാക്കി ചാറ്റ് ചെയ്തൊക്കെ നോക്കിക്കൊണ്ട് അവൻ ഹോസ്റ്റലിൽ ചിരിച്ചോണ്ടിരിക്കുമ്പോൾ ഇവന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കുറെ സമയമായിട്ട് ഈ മൊബൈൽ നോക്കി ചിരിക്കുവാണ്. ഒന്നെങ്കിൽ പ്രാന്തളയെ കാണും അല്ലെങ്കിൽ പ്രണയത്തിൽ നിന്നാണെന്ന് പറയും. അപ്പോഴാണ് അവനും പ്രാന്തും കുഴപ്പമൊന്നുമില്ല, അവന് ലവ് സെറ്റായെന്ന് പറഞ്ഞിട്ട് അവൻ ആ കാര്യമൊക്കെ ഇവരോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതോടെ അവന്മാര് മൊത്തം ഷോക്കായി നിന്നെക്കാളും മൂത്ത പെങ്കൊച്ചിന് എങ്ങനെയാണ് സെറ്റാക്കിയെന്ന് പറഞ്ഞ് അവന്മാർ ടിപ്സ് ഒക്കെ ചോദിക്കുമ്പോൾ ഇവന് മിണ്ടാതെ പോയി പഠിക്കാൻ പറയും. അതിനുശേഷം അടുത്ത ദിവസമാണ് ഇവിടെ കോളേജ് വെച്ച് ലീവന്റെ പ്രൊഫസറും ഇവനൊരു നല്ല അവസരം കിട്ടിയേക്കോന്ന് പറഞ്ഞ് കോളേജ് ടോപ്പർ ആയതുകൊണ്ട് തന്നെ ഇവൻ അമേരിക്ക പഠിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയെന്ന് പറയും. അങ്ങനെ അതും ഫുൾ സ്കോളർഷിപ്പോടെ ഒരു പൈസയും വേണ്ടെന്ന് പറയുമ്പോൾ അവൻ ഭയങ്കര സന്തോഷത്തി എങ്കിൽ പിന്നെ എത്ര വർഷം അവിടെ നിൽക്കേണ്ടി വരും ചോദിക്കും. അപ്പോഴാണ് അങ്ങേരും 2 വർഷത്തിന്റെ കോഴ്സാന്ന് പറഞ്ഞ് അവിടെ ചെന്ന് പഠിക്കുവാണ് ഇവന്റെ ലൈഫ് സെറ്റിൽ ആകുമെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവൻ പെട്ടെന്ന് വിഷമിച്ചിട്ട് 2 വർഷം ഇവിടെ നിന്ന് പോയാ പിന്നെ സെൻജിങ്ങിനെ കാണാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച് അവൻ ഇടയ്ക്ക് ലീവ് എടുത്തൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് പ്രൊഫസറും അങ്ങനെയൊന്നും ലീവ് എടുക്കാൻ പറ്റത്തില്ല, വിസയൊക്കെ അവർ വാങ്ങിച്ചു വയ്ക്കും, കൂടാതെ ഇടയ്ക്ക് ഇങ്ങനെ വന്നാലും അത് മൊത്തത്തിൽ പ്രശ്നത്തിലാകുന്ന പറഞ്ഞ് അവനോട് ആ കാര്യം പറയുമ്പോൾ തന്നെ ഇവന് പിന്നീട് പോകാൻ മനസ്സാണത്തില്ല. അതുകൊണ്ട് അങ്ങേരും ഇതൊക്കെ പതിയെ വീട്ടിൽ ചെന്ന് സംസാരിച്ചിട്ട് തീരുമാനം എടുക്കാൻ വേണ്ടി പറയും. അതിനേശം അവനും പുറത്തേക്ക് വന്നിട്ട് സെൻജിങ്ങിനോട് ഈ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കണം എന്ന് ആലോചിക്കും. പക്ഷെ പിന്നീട് അവൻ അത് വേണ്ടെന്ന് വെച്ചിട്ട് അവൻ നേരെ വീട്ടിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവൻ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. സെൻജിൻ അടുത്തേക്ക് ചെന്ന് ഇവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ ഉറക്കത്തിൽ നീന്നിട്ട് ചേച്ചി എപ്പോഴാണ് വന്നേന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇപ്പൊ വന്നേവളെന്ന് പറഞ്ഞിട്ട് ഇവനെന്തോ നേരെ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുമ്പോൾ അവന് ചുമ്മാ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നേന്ന് പറഞ്ഞ് ഇവളോട് കള്ളം പറയും. കാരണം അവൻ അമേരിക്കയിൽ പോകണോ വേണ്ടേന്ന് ആലോചിച്ച് ആ ഒരു മൂഡൌട്ട് ഇങ്ങോട്ടേക്ക് വന്നേ. പക്ഷെ അവസാനം വരെ അതിനെ കുറിച്ച് സംസാരിക്കാതെ ഇവളുടെ കൂടെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസമാണ് ഹോസ്റ്റലിൽ വെച്ച് ചെന്നും ഇവൻ അമേരിക്ക ഒരു ഓഫർ കിട്ടിയ കാര്യം അറിഞ്ഞ് അവന് സന്തോഷമാകും. കാരണം അവന്റെ വീട്ടിൽ നിന്നും അവൻ അമേരിക്കയിലേക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുക. അതുകൊണ്ട് ഇനി അവിടെ ഒറ്റയ്ക്കാത്തില്ലെന്ന് പറഞ്ഞ് ഇവൻ ഭയങ്കര സന്തോഷത്തിലൊക്കെ സംസാരിച്ചിട്ട് പോകും. പക്ഷെ ഇവിടെ ലീവാണ്, സെൻജിങ്ങിനെ വിട്ടിട്ട് അവൻ പോകാൻ തീരുമാനിച്ചില്ല. അതുകൊണ്ട് തന്നെ അവനും കുറച്ച് വിഷമത്തിലൊക്കെ അവൾക്ക് മെസ്സേജ് അയച്ച് ഇന്ന് രാത്രി ഫ്രീ ആണെങ്കിൽ നമുക്ക് ഡിന്നർ കഴിക്കാന്ന് പറയുമ്പോൾ അവളാണ് ചുമ്മാ തമാശക്ക് ചിലപ്പോ അവൾക്ക് വർക്കാണെന്ന് അറിയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ വരത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ നോക്കാന്നറിഞ്ഞ് അവന്റെ കൂടെ ചിരിച്ച് ചാറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന അവളുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ആരുടെ ചാറ്റ് ചെയ്യുന്നതെന്ന് അവര് പരദൂഷണം പറയാൻ വേണ്ടി ചോദിക്കുമ്പോൾ ഇവളാണ് ഒരു ഫ്രണ്ടിനോട് ചിരിച്ച് ചാറ്റ് ചെയ്തോടെ എന്നറിഞ്ഞ് അവരെ അങ്ങ് മിണ്ടാതാക്കും. എന്നാൽ അന്ന് രാത്രി വീട്ടിൽ വെച്ച് ലീവ് അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവൾ സന്തോഷത്തി അവൻ്റെ കൂടെ ഒരുമിച്ച് നിന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഇവൾക്ക് ഇഷ്ടപ്പെടാത്ത ക്യാരറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അവൻ പെടുന്നത് വാങ്ങിച്ചു കഴിച്ചിട്ട് ഇപ്പൊ ആ ക്യാരറ്റ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കും. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനും ഇവളുടെ ഈ വർഷത്തെ ബർത്ത്ഡേ എങ്കിലും അവൻ ഒരുമിച്ച് ആഘോഷിക്കണം എന്ന് പറയും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവർ തമ്മിൽ ഉടക്കായതുകൊണ്ട് ഇവനെ കൊണ്ട് ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റി കാണത്തില്ല. അങ്ങനെ അത് ഈ തവണയെങ്കിലും നടക്കണമെന്ന് ചോദിക്കുമ്പോൾ അവളും തീർച്ചയായിട്ടും നമുക്ക് ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഗിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയും. അതിനേശം അവൾ അടുത്ത ദിവസം കമ്പനി ചെല്ലുമ്പോഴാണ് ലീവന്റെ പ്രൊഫസർ ഫോൺ വിളിച്ച് ഇവളോടും കൂടെ ആ കാര്യം പറയുന്ന അവൻ അമേരിക്ക പഠിക്കാൻ ഒരവസരം കിട്ടിയ കാര്യം. അങ്ങനെ അതോടെ അവൾ മൊത്തത്തിൽ അപ്സെറ്റായി നേരെ അവളുടെ കൂട്ടുകാരിയെ കാണാൻ ചെല്ലും. കാരണം ലീവ് ഇവളുടെ അടുത്തിരുന്ന് മാറി നിൽക്കാൻ പേടിച്ചിട്ട് അവൻ ആ അവസരം വേണ്ടെന്ന് വെച്ച്. അങ്ങനെ പ്രൊഫസർ പറഞ്ഞ കാര്യമൊക്കെ ഇവളിപ്പോ ഇവളുടെ കൂട്ടുകാരിയോട് പറയുമ്പോൾ ഇത് കേട്ട് അവൾ ഒരു സെക്കൻഡ് ഷോക്കായിട്ട് ഇതേ സെയിം ഒരു സിറ്റുവേഷൻ ഇതിനു മുമ്പ് വന്നിട്ടില്ലെന്ന് പറഞ്ഞ് അന്ന് ഇവൾക്ക് വേണ്ടി അവൻ കോളേജ് ഇവിടേക്ക് മാറ്റി വെച്ചെന്ന് പറയും. അതുകൊണ്ട് ഇനി ഇവൾ എന്തോ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ സെൻജിങ്ങും അവൾക്ക് എന്താണെന്ന് അറിയാത്തോണ്ട ഇപ്പൊ ഇവിടേക്ക് വന്നേന്ന് പറയും. അതുകൊണ്ട് ഇവളായിരുന്നെങ്കിൽ എന്തോ ചെയ്യാൻ ചോദിക്കുമ്പോൾ കൂട്ടുകാരിയാണ് അവൻ അമേരിക്കയിൽ പോയാലും അവൻ ഇഷ്ടപ്പെട്ട ജീവിതം തന്നെ കിട്ടണമെന്ന് ഉറപ്പൊന്നുമില്ല, കൂടാതെ അവൻ പോകേണ്ട തീരുമാനം എടുത്തെങ്കിൽ അതിനർത്ഥം അവൻ ഏറ്റവും പ്രധാനം ഇവളെന്നറിഞ്ഞ് അവന്റെ
മനസ്സും കൂടെ മനസ്സിലാക്കാൻ പറയും. അപ്പോഴാണ് സെൻജിങ്ങും എന്നും പറഞ്ഞ് ഇവൾക്ക് വേണ്ടിയല്ലേ അവനോട് പോകാതിരിക്കുന്നത്, എങ്കിൽ പിന്നെ ഇവളൊരു സെൽഫിഷ് ആയിട്ട് മാറത്തില്ലെന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാർ അവന് വേണ്ടി ഇവൾ ഇത്രയും ചെയ്തിട്ട് എങ്ങനെ സെൽഫിഷാവെന്ന് പറഞ്ഞ് ഇവൾ കുറെ ആലോചിച്ചിട്ടാതെ ലീവോന്റെ തീരുമാനത്തെ മനസ്സിലാക്കാൻ പറയും. അങ്ങനെ അതിനുശേഷം വീട്ടിലേക്ക് ചെന്നിട്ട് ഇവളും കുറെ മൂഡായിട്ടായതുകൊണ്ട് അവളുടെ അച്ഛനമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. അങ്ങനെ അവരോട് സംസാരിക്കുമ്പോഴാണ് ഇവൾക്കൊരു കാര്യം ഓർമ്മ വന്നു തോന്നുന്നത്. ആദ്യം ലീവോന് ഇവള് പരിചയപ്പെട്ടപ്പോൾ അവൻ നല്ലോണം പഠിച്ച് ഉയരത്തിലെത്തണമെന്ന് ഇവളുടെ അടുത്ത് പറഞ്ഞു കാണും. അങ്ങനെ അതുകൊണ്ട് അവളിപ്പോ ഒരു തടസ്സമായിട്ട് മാറുന്നെന്ന് വിചാരിച്ച് അവൾക്ക് സങ്കടമാകും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ ലീവും വീട്ടിൽ വെച്ച് ഇവൾ അമേരിക്കയിൽ ജോലി ചെയ്യാൻ പോകുന്ന പോലെ ഫയൽസ് ഒക്കെ അവൻ കാണും. അങ്ങനെ അതുകൊണ്ട് അവനും ഇതെന്തോ ചേച്ചിന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൾ അമേരിക്കയിൽ പോകാന്നറിഞ്ഞ് ഇവൻ പോകുന്ന കാര്യം പറയുന്ന അവൾ വെയിറ്റ് ചെയ്തോണ്ടിരുന്നേന്ന് പറയും. പക്ഷെ അവസാനം വരുമ്പോൾ പറഞ്ഞില്ലെന്ന് അവൾ കുറച്ച് സങ്കടത്തിലൊക്കെ പറയുമ്പോൾ അവന് അമേരിക്കയിൽ പോകാൻ തീരുമാനിച്ചൊന്നുമില്ല, അവണ്ടാ പറയാത്തേന്ന് പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഇത്ര വലിയ പ്രധാനപ്പെട്ട കാര്യം നിന്റെ ടീച്ചർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയണ്ടേ, നിനക്ക് എന്നോട് ഇതിനെ കുറിച്ച് പറയണ്ടായിരുന്നു, അപ്പൊ നിനക്ക് എന്നോട് വിശ്വാസമില്ല എന്നിന് അവൾ പറയുമ്പോഴത്തേന് അവനും അതുകൊണ്ടൊന്നുമില്ല ഞാൻ പേടിച്ചിട്ട് ചേച്ചിയോട് പറയാത്തേന്ന് പറയും. അപ്പോഴാണ് അവളും എന്തിനു പേടി, ഒരു പക്ഷേ നമ്മൾ തമ്മിലുള്ള ലവ് ഇത് കാരണം ഇല്ലാതാക്കി പോകുന്നു വിചാരിച്ചാണോ എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ഇത്രയും ഡിസ്റ്റൻസ് 2 വർഷം നിൽക്കുവാണ് ചേച്ചിക്കും വിഷമമില്ലെന്ന് പറഞ്ഞ് അവൻ തിരിച്ചു ചോദിക്കുമ്പം അവളെങ്കിൽ പിന്നെ അമേരിക്ക പോയതിനു ശേഷം ഇവന്റെ പ്രണയമൊക്കെ ഇല്ലാതാകുമെന്ന് ചോദിക്കും. അങ്ങനെ അതല്ലെങ്കിൽ പിന്നെന്തിനും ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നതെന്ന് അവള് ചോദിക്കുമ്പം അവനും അങ്ങനെയൊന്നുമല്ല ഇവളെ വിട്ട് അകന്നു പോകാൻ വിഷമിച്ചിട്ടാന്ന് പറയും. അപ്പോഴാണ് അവളും ഇന്റർവ്യൂ ഇതൊക്കെ കാണിച്ചിട്ട് ഇവൾക്ക് അവിടെ തന്നെ ഒരു ജോലി സെറ്റാകാൻ പോകുന്ന പറയുമ്പം അവൻ ഭയങ്കര സന്തോഷത്തി എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് അവന് വേണ്ടിയാണോ ഇവിടുത്തെ ജോലി കളഞ്ഞിട്ട് വരുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൾ അവന്റെ കൈ പിടിച്ചിട്ട് ലീവോ നമ്മുടെ ജീവിതം നമ്മൾ ഒരുമിച്ച് ജീവിക്കണ്ടേ, അതുകൊണ്ടാ ഞാൻ നിന്റെ കൂടെ വരാൻ തീരുമാനിച്ചത് എന്നിന് അവൾ പറയുമ്പോൾ തന്നെ അവന് മൊത്തത്തിൽ ഹാപ്പിയാകും. അതുകൊണ്ട് തന്നെ ഇവള് ജോലി ചെയ്യുന്ന കമ്പനിയുടെയും അവൻ പഠിക്കാൻ പോകുന്ന കോളേജിന് ഡിസ്റ്റൻസ് ഒക്കെ നോക്കി ആകെ 2 മണിക്കൂറുള്ളെന്ന് പറഞ്ഞ് അവരെവിടൊക്കെ താമസിക്കണം എന്നറിഞ്ഞ് പക്കാവായിട്ട് പ്ലാൻ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവൾ അമേരിക്കയിൽ പോകുന്നുണ്ട്. അവൻ അടുത്ത ദിവസം വീണ്ടും പ്രൊഫസറിനോട് സംസാരിച്ച് അവന് ഓഫർ ലെറ്റർ വാങ്ങിക്കും. എന്നിട്ട് അടുത്ത ദിവസം തൊട്ട് ഇവരും വിസയുടെയും പിന്നെ അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിന്റെ ബിസി ആയിരിക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞ ശേഷം രാത്രി അവനും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കുമ്പം അതേസമയം അവളും അവളുടെ അച്ഛനമ്മയും നോക്കിക്കോളാൻ വേണ്ടി ജോലിക്കാർ സെറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ അവന് സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഇവളുടെ ലക്കേജ് കുറച്ച് തുണിയുള്ളെന്ന് പറയുമ്പം അവൾ അവിടെ ചെന്നിട്ട് പുതിയ വാങ്ങിച്ചോളാം എന്ന് പറയും. അപ്പോഴാണ് അവൻ അടുത്തേക്ക് വന്നിട്ട് ചേച്ചിക്കെല്ലാം പുതിയ സാധനമാണ് ഇഷ്ടപ്പെടുന്നത് എന്നിട്ട് അവൻ ചോദിക്കുമ്പം അവൾ അടുത്തേക്ക് വന്നിട്ട് പിന്നല്ലാതെ അവൾക്ക് എപ്പോഴും പുതിയത് ഇഷ്ടം എന്ന് പറഞ്ഞ് ഇവനെ അതുകൊണ്ട് വെറുതെ ഇടത്തില്ലെന്ന് പറയും. അതിനുശേഷം അടുത്ത ദിവസം അവളും ഇവള് വിചാരിച്ച ഒരു ഫ്രീഡം ആ കമ്പനി കിട്ടാത്തതുകൊണ്ട് അവിടെ നിന്ന് റിസൈൻ ആകും. അങ്ങനെ അതുകൊണ്ട് ബോസിനും ബാക്കിയുള്ളവരൊക്കെ ബായ് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് അന്ന് വൈകിട്ട് തന്നെ ലീവോന് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുമ്പം അവളും ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ അവിടുത്തെ വാർഡിനോട് പറയുന്നത്. അങ്ങനെ അതിനുശേഷം അവനെ കാണാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൻ പെട്ടെന്ന് ഇവളെ കണ്ട് അങ്ങ് ഷോക്കാവും. കാരണം ഇവൾ വരുന്ന അവനോട് പറഞ്ഞില്ല. അതുകൊണ്ട് അവനും പറഞ്ഞിട്ട് വരാത്ത എന്താന്ന് ചോദിക്കുമ്പോൾ അവളും പറഞ്ഞിട്ടൊന്ന അത് സർപ്രൈസ് ആവെന്ന് പറഞ്ഞ് ഇന്നത്തെ ദിവസം ഫുള്ളും ഇവന്റെ കൂടെ കറങ്ങാൻ അവൾ പ്ലാൻ ചെയ്തേക്കൊന്ന് പറയും. അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞ് അവൻ പെട്ടെന്ന് ധൃതിയിൽ ഇവളെ വിളിച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് ചെല്ലുമ്പോൾ അവൾ അടുത്ത ബസ്സിലെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പോഴാണ് അവനും ഇവളെ കാണാൻ വേണ്ടി തന്നെ അവൻ എപ്പോഴും ഫസ്റ്റ് ബസ് പിടിക്കാൻ നോക്കുമെന്ന് പറഞ്ഞ് ആ കാര്യം ഇപ്പൊ പറയുമ്പം ആ സമയത്ത് അവിടേക്ക് ഒരു ബെങ്കോ ചെന്നിട്ട് ഇതാരാ ടീച്ചറാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ടീച്ചർ ഒന്നല്ല ഗേൾ ഫ്രണ്ടാന്ന് അവൻ പരിചയപ്പെടുത്തുമ്പം മറ്റവൾ സോറി പറഞ്ഞിട്ട് അവൾക്ക് കണ്ടിട്ട് പ്രായം കൂടുതലായിട്ട് തോന്നിയോണ്ട് അങ്ങനെ പറഞ്ഞെന്ന് പറയും. അതിനേശ് സെഞ്ചിങ്ങും അവൾക്ക് പ്രായം കൂടുതലാന്ന് പറഞ്ഞ് ഇവരുടെയൊക്കെ സീനിയറാന്ന് പറയുമ്പം പെട്ടെന്ന് ലീവ് അവളെ സപ്പോർട്ട് ചെയ്ത് ചേച്ചിയെ ഞാനാണ് ആദ്യം സെറ്റാക്കിയെന്ന് പറഞ്ഞ് അവനും കുറെ കഷ്ടപ്പെട്ടെന്ന് പറയും. അതിനേശ് വീട്ടിൽ വെച്ച് അവനെ സന്തോഷത്തി ഇന്ന് കോളേജിലേക്ക് വന്നത് അവന് സർപ്രൈസ് ആയി പോയെന്ന് പറഞ്ഞ് അവന് താങ്ക്സ് പറയുമ്പം അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ കറങ്ങുന്നത് അവൾക്ക് സന്തോഷമെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവസരം ഞെട്ടിയിട്ട് ചേച്ചി ആദ്യമായിട്ട് നിങ്ങളെന്നെ ഇഷ്ടമെന്ന് പറയുന്നത് എന്നിന് അവനും പറഞ്ഞ് ഇവർ തമ്മിൽ റൊമാൻറ്റിക് ആയിട്ട് കിസ് ചെയ്തോണ്ടിരിക്കും. അതിനേശം ഇവർ തമ്മിൽ ഒരുമിച്ച് സിനിമ കാണുമ്പോൾ തന്നെ അവൻ പെട്ടെന്ന് കിടന്നുറങ്ങിപ്പോവും. അതുകൊണ്ട് അവളും ഇവനെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവൾ അടുത്തിരുന്ന് ഇവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ലീവ് അമേരിക്കയിൽ പോകുന്നുണ്ട്. ഇത്രയും മാസം അവനെ നോക്കിക്കൊണ്ടിരുന്ന യാങ്ങിന് അവൻ താങ്ക്സ് പറയുമ്പോൾ അങ്ങേരാന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് എന്തായാലും സഹായം ഉണ്ട് അവൻ എപ്പോൾ വേണമെങ്കിലും വിളിക്കാന്ന് പറയും. കൂടാതെ പോകുന്നുണ്ട് ഒരു ചെലവൊക്കെ ചെയ്യാന്ന് പറയുമ്പം ലീവ് ആണ് ഇന്ന് പറ്റത്തില്ല, ഇന്ന് അവന് കുറച്ച് ബിസിയാന്ന് പറഞ്ഞിട്ട് യാങ്ങിന് ഒരു ഹഗ് കൊടുത്ത് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഇവന് പോകുന്ന മുമ്പേ ടാവയും ചെന്നയും കൂടെ കാണാൻ വേണ്ടി വരുമ്പം ചെന്നാണ് എന്തായാലും നമുക്ക് അവിടെ ഒരുമിച്ച് കാണാലോ എന്ന് പറഞ്ഞ് അവൻ ഒരു സന്തോഷത്തിലേക്ക് ഇരിക്കും. അപ്പോഴാണ് ടാവയും ഇവർ തമ്മിൽ 400 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അത്ര എളുപ്പത്തിലൊന്നും പോകാൻ പറ്റത്തില്ലെന്ന് പറയുമ്പം ചെന്നാണ് ഷോക്കായിട്ട് അത്രയും ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടോ, എന്നാലും കുഴപ്പമില്ല നമ്മളൊക്കെ ഒരേ മണ്ണിലല്ലേ ഇരിക്കുന്നത്, അതോർത്തെങ്കിലും സന്തോഷപ്പെടാം എന്നിന് ഇവരൊക്കെ സന്തോഷിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ലീവും സെഞ്ചിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പം അവള് കുറച്ച് ഫയൽസ് ഒക്കെ എടുത്ത് മറച്ചു വയ്ക്കും. കാരണം അവൾ അമേരിക്കയിൽ പോകാൻ തീരുമാനിച്ചില്ല. ഇവൻ എങ്ങനെയൊക്കെ പറഞ്ഞയക്കാൻ വേണ്ടി അവൾ ഈ ഒരു പ്ലാൻ ചെയ്ത്. അങ്ങനെ ഇതിനുശേഷം എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്ത് ഇനി വരാമെന്ന എപ്പിസോഡിൽ കാണാം. Last time we talked, you had nothing to say. You chose to walk, give what we had away.